ഇന്ന് പല ദമ്പതികളും നേരിടുന്ന എന്നാൽ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് സെക്സ് ടൈമിലുണ്ടാകുന്ന പെയിൻ. എന്നാൽ ചിലർ കരുതുന്നത് ഇത് സാധാരണമാണ്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്നതാണ്, എന്നാൽ സഹിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് നമ്മുടെ ബോഡി നൽകുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പെയിൻ ഡ്യൂറിങ് സെക്സ് എന്ന് വെച്ചാൽ എന്താണ്, അത് എന്തുകൊണ്ട് വരുന്നു, എപ്പോഴാണ് ഇതിനെ ഡോക്ടറെ കാണേണ്ടത്, ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. പെയിൻ ഡ്യൂറിങ് സെക്സ് എന്ന് വെച്ചാൽ എന്താണ്? സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് വജൈനയിൽ, അതുപോലെ പെനിസ്, പെൽവിക് ഏരിയ, ലോവർ അബ്ഡമൻ അതായത് അടിവയറ് എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന പെയിനെയാണ് പെയിൻ ഡ്യൂറിങ് സെക്സ് എന്ന് പറയുന്നത്. ചിലർക്ക് ഇത് തുടക്കത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ പെനട്രേഷൻ്റെ സമയത്ത് ഉണ്ടാവും. എന്നാൽ ചിലർക്ക് ഡീപ്പ് പെനട്രേഷൻ്റെ സമയത്തോ അതല്ലെങ്കിൽ സെക്സിന് ശേഷമോ ഉണ്ടാകുന്ന പെയിനാണ്. ഇത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ കാണണമെന്നില്ല. മേൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും കാണുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാകും, രണ്ടുപേർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലാദ്യം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കാരണത്തെക്കുറിച്ചൊന്ന് നോക്കാം. അതായത് വജൈനൽ ഡ്രൈനസ്, ഇൻഫെക്ഷൻ, പെൽവിക് ഡിസീസസ്, വജൈനിസ്മസ് ആഫ്റ്റർ ഡെലിവറി. ഈ 5 സിറ്റുവേഷൻസിലാണ് പെയിൻ ഡ്യൂറിങ് സെക്സ് അനുഭവപ്പെടുന്നത്. വജൈനൽ ഡ്രൈനസിൽ അതെപ്പോഴൊക്കെയാണ് നോക്കാം. അതായത് വജൈനൽ ഡ്രൈനസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, വജൈന അല്ലെങ്കിൽ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ഡ്രൈനസ് മൂലമാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് യോനി ഭാഗത്ത് ഡ്രൈനസ് വരുന്നത്? അവിടെ ലൂബ്രിക്കേഷൻ്റെ അളവ് കുറയുകയും ഫ്രിക്ഷൻ കൂടുകയും ചെയ്യുമ്പോഴാണ് പെയിൻ ഉണ്ടാകുന്നത്. അതായത് സെക്സിൻ്റെ സമയത്ത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോർ പ്ലേ ഉണ്ടാവുക, അതായത് ഫോർ പ്ലേൻ്റെ അളവ് കുറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർ പ്ലേ ഒട്ടുമില്ലാതെ പെനിട്രേഷൻ സംഭവിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ ലൂബ്രിക്കേഷൻ്റെ അളവ് കുറയും. അങ്ങനെയാണ് അവിടെ പെയിൻ ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഹോർമോൺ ചേഞ്ച് ആണ്, പിന്നെ സ്ട്രെസ്സ്, പിന്നെ മെനോപോസ്. മെനോപോസ് എന്ന് പറയുന്നത് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മെൻസസ് സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോർ പ്ലേ. നെക്സ്റ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് വജൈനയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. വജൈന ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മൂലം അവിടെ ചൊറിച്ചിലുണ്ടായിരിക്കും, ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിരിക്കും, സംടൈംസ് അവിടെ അബ്നോർമൽ ഡിസ്ചാർജസ് ഉണ്ടായിരിക്കും. ഈ വജൈനൽ ഇൻഫെക്ഷൻസ് സാധാരണയായിട്ട് ഫംഗലോ ബാക്ടീരിയലോ അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് മൂലം വരെ ഉണ്ടാകാറുണ്ട്. അതായത് ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് ഒരു വജൈനയിൽ ചൊറിച്ചിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയാറുള്ളത് വജൈനൈറ്റിസ് ആണ്. വജൈനൈറ്റിസ് എന്ന് പറയുന്നത് ഒരു കോമൺ ഇൻഫെക്ഷൻ ആണ്. എന്നാൽ അത് വിട്ടുമാറാനാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് താനും. അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ച് വജൈന കഴുകുന്നത് അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കഴുകുന്നതൊക്കെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് കണ്ടീഷനാണ് പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന ഡിസീസസ്. അതായത് എൻഡോമെട്രിയോസിസ് പോലെ. അതായത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് എന്താണ്? യൂട്രസിൽ ഉണ്ടാകുന്ന ലൈനിങ്, ഉള്ളിലെ ഇന്നർ ലൈനിങ് യൂട്രസിൻ്റെ പുറത്ത്, അതായത് ഓവറിയിലോ ഫെലോപ്പിയൻ ട്യൂബിലോ ഒക്കെ വളരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാകുന്ന ആളുകൾക്ക് അത് ഡീപ്പ് പെയിൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് സാധാരണയായിട്ട് എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾക്ക് അടിവയറ്റിൽ വേദന ഉണ്ടാവാം, പീരീഡ്സിൻ്റെ സമയത്ത് നല്ല ക്രാമ്പിംഗ് പെയിൻ ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല സെക്സിൻ്റെ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരിക്കും. സംടൈംസ് ബ്ലീഡിങ് വരെ ഉണ്ടാവാറുണ്ട്. കൂടാതെ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കണ്ടീഷൻസും അതിന് ലീഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡോമെട്രിയോസിസ് പോലെയുള്ള കണ്ടീഷൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക, ഒരു സ്കാനിങ് ഒക്കെ നിർദ്ദേശിക്കുക എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കുക. അപ്പം മാത്രമാണ് നമുക്ക് ഡയഗ്നോസിസ് എളുപ്പമാക്കാനും ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് നടത്താനും സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് കണ്ടീഷൻ വജൈനിസ്മസ് ആണ്. ഈ വജൈനിസ്മസ് എന്ന് പറയുന്നത് വജൈനയ്ക്ക് ചുറ്റുമുള്ള മസിൽസ്, അതായത് ഇൻവോളണ്ടറി ആയിട്ട് അത് കൺട്രാക്ഷൻ സംഭവിക്കുന്നത് വഴി അവിടെ പെയിൻ ഉണ്ടാവുകയാണ്. അടുത്തത് വജൈനിസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. വജൈനിസ്മസ് എന്ന് പറയുന്നത് വജൈനയുടെ ചുറ്റുമുള്ള മസിൽസ് ഇൻവോളണ്ടറി ആയിട്ട് ടൈറ്റൻ ആകുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് പെനട്രേഷൻ ചെയ്യുമ്പം നല്ല പെയിൻ ഉണ്ടായിരിക്കും, അതിശക്തമായ പെയിൻ ഉണ്ടായിരിക്കും. ഇത് ഒരു ഫിസിക്കൽ കണ്ടീഷൻ മാത്രമല്ല, സംടൈംസ് ഇത് സൈക്കോളജിക്കലി വരെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഫിയർ ഓഫ് സെക്സ് ഉള്ള ആളുകളിൽ, അതുപോലെ പോസ്റ്റ് ട്രോമ ഉള്ള ആളുകളിൽ, ആങ്സൈറ്റി ഉള്ള ആളുകളിലെല്ലാം ഈ വജൈനിസ്മസ് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഈ വജൈനിസ്മസ് ഉള്ള ആളുകൾക്ക് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത്, പെർ വജൈന എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല പെയിൻ കാണിക്കാറുണ്ട്. ചിലപ്പം പീരീഡ്സിന് പാഡ് അല്ലാതെ ടാമ്പൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും നല്ല പെയിൻ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഈ ടാമ്പണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാമ്പൺ കൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടല്ല നമ്മൾ പറയുന്നത്, ആ മസിൽസ് ടൈറ്റ് ആയതുകൊണ്ടാണ് അവിടെ ടാമ്പൺ യൂസ് ചെയ്യുമ്പോൾ പെയിൻ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പെനട്രേഷൻ്റെ ടൈമിൽ
അല്ലെങ്കിൽ പെയിൻ ആഫ്റ്റർ സെക്സ്, അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് സെക്സ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് ആഫ്റ്റർ ഡെലിവറിയാണ്. ഈ ആഫ്റ്റർ ഡെലിവറിയിൽ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ വജൈനയിൽ ഉണ്ടാകുന്ന ടിയർ ഉണ്ടായിരിക്കും, ചിലപ്പോൾ സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. കൂടാതെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഈ പെയിൻ ഡ്യൂറിങ് സെക്സ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി പുരുഷന്മാരിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് പെയിൻ ഡ്യൂറിങ് സെക്സ് വരുന്നുണ്ടെന്നോ. പുരുഷന്മാരിൽ സാധാരണയായിട്ട് വരുന്ന ഒന്നാണ് ഇൻഫെക്ഷൻസ്, രണ്ടാമത്തെ കാര്യം ഫിമോസിസ്, മൂന്നാമത്തത് പ്രോസ്റ്റേറ്റ് കംപ്ലയിൻസ്. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പെനിസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അഗ്രഭാഗത്ത് പെനിസിൻ്റെ, അതിന് നമ്മൾ ബെലനൈറ്റിസ് എന്നൊക്കെ പറയാറുണ്ട്, അവിടെ ഇച്ചിങ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്വെല്ലിംഗ് ആയിട്ടോ ഒക്കെ ഉള്ള ആളുകൾക്ക് പെനട്രേഷൻ്റെ ടൈമിൽ നന്നായിട്ട് പെയിൻ അനുഭവപ്പെടും. രണ്ടാമത്തത് ഫിമോസിസ് ആണ്. ഫിമോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഈ അഗ്രഭാഗം അല്ലെങ്കിൽ ഫോർ സ്കിൻ എന്ന് പറയുന്നത് ഫുള്ളി റിട്രാക്റ്റഡ് ആകാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥേനെയാണ് ഫിമോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലും സെക്സിൻ്റെ ടൈമിൽ പെയിൻ ഉണ്ടാവും. നെക്സ്റ്റ് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ യൂറിൻ പോകുന്ന സമയത്ത് പെയിൻ ഉണ്ടായിരിക്കുക, പെനട്രേഷൻ്റെ ടൈമിൽ പെയിൻ ഉണ്ടായിരിക്കുക, ഇജാക്കുലേഷൻ്റെ ടൈമിൽ പെയിൻ ഉണ്ടായിരിക്കുക, ഇതെല്ലാം അവർക്ക് കോമൺ ആയിരിക്കും. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. അത് ബോത്ത് മെൻ ആൻഡ് ഫീമെയിലിന് ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫിസിക്കൽ മാത്രമായിട്ടല്ല, ഇതൊരു മെൻ്റൽ കണ്ടീഷനും കൂടിയാണ്. അതായത് ഒരു ഫിയർ ഓഫ് സെക്സ് ഉള്ള ആൾ, അല്ലാന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ, ഹോർമോണൽ ചേഞ്ചസ് ഉള്ള ഒരാൾ, പാസ്റ്റ് ട്രോമ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതെല്ലാം കൊണ്ട് തന്നെ സൈക്കോളജിക്കലി ഡൗൺ ആവുകയും, അതായത് കോൺഫിഡൻസ് കുറയുകയും പിന്നീട് അത് സെക്സിലേക്ക് എത്തുമ്പോൾ അതൊരു പെയിൻഫുൾ ആവുക. അതായത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ചിലപ്പോൾ അവർക്ക് ഈ ആങ്സൈറ്റി മൂലം അവർക്ക് ഫോർ പ്ലേ ചെയ്യാനായിട്ട് പറ്റാറില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ വീണ്ടും അവർക്ക് ഈ സെയിം കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും, അതായത് പെയിൻ ഡ്യൂറിങ് സെക്സ് സ്റ്റാർട്ട് ചെയ്യും. പെയിൻ ഡ്യൂറിങ് സെക്സ് വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ഭയത്തെക്കുറിച്ച്, ആകുലതയെക്കുറിച്ച് നിങ്ങൾ പാർട്ട്നേഴ്സിനോട് തുറന്ന് സംസാരിക്കുക. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു, ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നെക്സ്റ്റ് വണ്ണാണ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ്റെ അളവ് കുറയുമ്പോൾ പെനട്രേഷൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരിക്കലും സെൽഫ് മെഡിക്കേഷൻ എടുക്കാതിരിക്കുക. പിന്നെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതെല്ലാം അവസരങ്ങളിലാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതെന്നുള്ളത്. അതായത് സിവിയർ പെയിൻ, അതൊരു ലോങ് ടേം ആയിട്ട് നിലനിൽക്കുക, അതായത് ഒരുപാട് കാലം ഈ ഒരു വേദന നിങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, അബ്നോർമലായിട്ട് ഏതെങ്കിലും തരത്തിൽ ഡിസ്ചാർജസ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ നിർബന്ധമായും കാണേണ്ടതാണ്. സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ സെക്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അങ്ങനെ ഉണ്ടാകുന്ന പെയിൻ അതൊരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് നിങ്ങൾ സഹിച്ച് നടക്കേണ്ടതുമല്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് കാണുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. അതുകൊണ്ട് തന്നെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടത്. ഇപ്പോൾ ഇൻഫെക്ഷൻ്റെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻഫെക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ്, സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് തെറാപ്പി എന്നിവയെല്ലാം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.